ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിന് നേർക്കുണ്ടായ കടന്നാക്രമണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. പഹൽഗാം ആക്രമണത്തിന്റെ വിശദ വിവരങ്ങൾ കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസ സേവനങ്ങൾ ഇന്ത്യ അടിയന്തരമായി നിർത്തിവെച്ചു. കരസേനാ മേധാവി നാളെ ജമ്മുകശ്മീർ സന്ദർശിക്കും. ലഹരിക്കെതിരെ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്ക് രാജ്യത്തിന്റെ ആത്മസത്തയെ തകർക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദസഞ്ചാരികൾക്ക് നേരെ മാത്രമുണ്ടായ ആക്രമണമല്ല ഇതെന്നും മറിച്ച് ഇന്ത്യയുടെ ആത്മാവിന് നേർക്കുണ്ടായ കടന്നാക്രമണമാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 140 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കും. ആക്രമണത്തിനിരയായവർക്ക് നീതി ഉറപ്പുവരുത്തുന്നതിന് രാജ്യം ഒരു മനസ്സോടെ നിലകൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു. आतंकी हमले में कोई बांग्ला बोलता था, कोई कन्नड़ा बोलता था, कोई मराठी था, कोई ओडिया था, कोई गुजराती था, कोई यहाँ बिहार का लाल था. आज उन सभी की मृत्यु पर करगिल से कन्याकुमारी तक हमारा दुख एक जैसा है, हमारा आक्रोश एक जैसा है. ബീഹാറിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനാചരണ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരോടുള്ള ആദരസൂചകമായി മൌനം ആചരിച്ച ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം ചേരുന്നത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, എസ് ജയശങ്കർ, JP നഡ്ഡ, കിരൺ റിജിജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സുപ്രിയ സുലെ, തിരുച്ചി ശിവ, സഞ്ജയ് സിംഗ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികളും ശ്രീ രാജ്നാഥ് സിംഗ് യോഗത്തിൽ കക്ഷി നേതാക്കളോട് വിശദീകരിക്കും. സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ കണ്ടു. പഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് സ്വീകരിച്ച നടപടികളും കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസ സേവനങ്ങൾ അടിയന്തരമായി നിർത്തിവെച്ച് ഇന്ത്യ. പാക് പൌരന്മാരുടെ നിലവിലെ എല്ലാ വിസകളുടെയും കാലാവധി ഈ മാസം 27-ന് അവസാനിക്കും. മെഡിക്കൽ വിസകളുടെ കാലാവധി 29-ന് അവസാനിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം മടങ്ങിയെത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കാനും അട്ടാരി അതിർത്തി അടയ്ക്കാനും തീരുമാനിച്ചിരുന്നു. അട്ടാരി, ഫിറോസ്പൂർ, ഫസിൽക്ക അതിർത്തികളിൽ നടക്കുന്ന റിട്രീറ്റ് ചടങ്ങുകൾ ചുരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. റിട്രീറ്റ് ചടങ്ങിനിടയിൽ ഗേറ്റ് തുറക്കില്ല. പതാക താഴ്ത്തിയ ശേഷമുള്ള ഹസ്തദാന ചടങ്ങും ഒഴിവാക്കി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാളെ ജമ്മുകശ്മീർ സന്ദർശിക്കും. കശ്മീർ താഴ്വരയിലും നിയന്ത്രണ രേഖയിലും നടന്നുവരുന്ന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ സൈനിക കമാൻഡർമാർ കരസേനാ മേധാവിയെ ധരിപ്പിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 60 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ജമ്മു കശ്മീർ പോലീസ്. തിരിച്ചറിഞ്ഞ 3 ഭീകരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതമാണ് പാരിതോഷികം. ഇവരിൽ 2 പേർ പാകിസ്ഥാൻ സ്വദേശികളാണെന്നും ഒരാൾ ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ നിന്നുള്ളതാണെന്നും പോലീസ് അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ എറണാകുളം സ്വദേശി N. രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. രാവിലെ 7:30 മുതൽ 9:30 വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടായിരിക്കും. മകൾ ആരതിക്കും കുടുംബത്തിനുമൊപ്പം വിനോദയാത്രയ്ക്കായാണ് രാമചന്ദ്രൻ പഹൽഗാമിലെത്തിയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു. ഫോറസ്റ്റിന്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ ആണ്. അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ
അയാൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട്. അപ്പോൾ അയാൾ അപ്പോൾ പല ഗ്രൂപ്പ്, ഞാൻ അച്ഛൻ മക്കളൊരെണ്ണം വേറെ ആൾക്കാർ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കിടക്കുമായിരുന്നു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ച്. അപ്പം ഞാൻ കശ്മീരിൽ കുടുങ്ങിയ മലയാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അവ പ്രയോജനപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ 575 മലയാളികൾ കശ്മീരിലുണ്ടെന്നാണ് വിവരം. ഡൽഹിയിൽ മടങ്ങിയെത്തുന്നവർക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾക്ക് സജ്ജീകരണം ഒരുക്കിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. INS സൂറത്തിൽ നിന്നും വിജയകരമായി മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യ. സമുദ്രത്തിൽ നിന്ന് തൊടുക്കാവുന്ന ദീർഘദൂര പ്രഹരശേഷിയുള്ള ഗൈഡഡ് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായാണ് വികസിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി നവംബർ 1 പ്രഖ്യാപനം നടത്താനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്തനംതിട്ട ഇലന്തൂരിൽ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുമെന്നും കായികമന്ത്രി V. അബ്ദുറഹിമാൻ. അടുത്ത മാസം 5 കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് വ്യായാമത്തിലേക്കും കളികളിലേക്കും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒന്നായി യാത്ര മാറ്റിയെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കോളേജ് തലങ്ങളിൽ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം കഴിഞ്ഞു. അവരെയും ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ഇതിൽ നമ്മളൊപ്പം ചേരും. ഇതില് പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളത് എല്ലാ ജില്ലകളിൽ നമ്മൾ മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2027 മലമ്പനി നിവാരണം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടത്തിവരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലമ്പനി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 1 ഗഡു കൂടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. ഇതോടെ ഗുണഭോക്താക്കൾക്ക് മെയ് മാസം 2 ഗഡു ക്ഷേമ പെൻഷനായിരിക്കും ലഭിക്കുകയെന്ന് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കും. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ നാട്ടിൽ തിരിച്ചെത്തി. എംബസിയുടെയും മലയാളി സമാജത്തിന്റെയും സഹായത്തോടെയാണ് നാട്ടിലേക്ക് എത്തിയതെന്ന് ജെയിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജെയിനിനൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി ഉൾപ്പെടെ 2 പേർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാദരം അർപ്പിച്ച് ആയിരങ്ങൾ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച വരെയാണ് പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. സംസ്കാര ചടങ്ങിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. NK പ്രേമചന്ദ്രൻ MP ഇന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 315 പോയിന്റ് ഇടിഞ്ഞ് 79,801 നിഫ്റ്റി 82 പോയിന്റ് താഴ്ന്ന് 24,246 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 9,005 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 72,040 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിന് നേർക്കുണ്ടായ കടന്നാക്രമണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. പഹൽഗാം ആക്രമണത്തിന്റെ വിശദവിവരങ്ങൾ കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസ സേവനങ്ങൾ ഇന്ത്യ അടിയന്തരമായി നിർത്തിവെച്ചു. കരസേനാ മേധാവി നാളെ ജമ്മു കശ്മീർ സന്ദർശിക്കും. ലഹരിക്കെതിരെ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുമെന്ന് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.